Welcome back to our moral science class. How are you children? Hope you all are fine. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ മോറൽ സയൻസ് ക്ലാസ് തുടങ്ങാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തേർഡ് ലെസൺ ആണ് പഠിച്ചത് അല്ലേ? വാട്ട്സ് ദ നെയിം ഓഫ് ദാറ്റ് ലെസൺ? തേർഡ് ചാപ്റ്റർ, യൂസ് ഓഫ് ലെഷർ. വാട്ട് വാസ് ദ മോറൽ? എന്തായിരുന്നു ആ പാഠത്തിലെ മോറൽ? We must watch TV less and use our leisure productively. TV കാണുന്നത് കുറയ്ക്കുക, നമ്മുടെ ലെഷർ ടൈം പ്രൊഡക്റ്റീവ്ലി സ്പെൻഡ് ചെയ്യുക കേട്ടോ. പ്രയോജനപ്പെടുന്ന രീതിയിൽ, ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എക്സസൈസ് നോക്കാം. ഹൗ മച്ച് ടൈം ഡു യു സ്പെൻഡ് വാച്ചിങ് TV എവറി ഡേ ആൻഡ് ഓൺ എ സൺഡേ? അതാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഒരു ദിവസം എല്ലാ ദിവസവും നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്? എന്തിനു വേണ്ടിയിട്ട്? TV വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് എഴുതുക. പിന്നെ ഓൺ സൺഡേസിൽ എത്ര ടൈം? യൂഷ്വലി സൺഡേ നമ്മൾ TV വാച്ച് ചെയ്യുന്ന ടൈം കൂടുതലായിരിക്കും അല്ലേ? അപ്പം അത് രണ്ടും എഴുതണം കേട്ടോ. അപ്പം മിസ് അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് ഗുഡ് ടു സ്പെൻഡ് ടു മച്ച് ടൈം വാച്ചിങ് TV? ഒരുപാട് സമയം TV വാച്ച് ചെയ്യുന്നതിന് ടൈം സ്പെൻഡ് ചെയ്യാവോ? ആൻസർ ഈസ് ക്ലിയർ, നോ അല്ലേ? കുറച്ച് ടൈം മാത്രമേ സ്പെൻഡ് ചെയ്യാവൂ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലെഷർ? ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഷുഡ് വി യൂസ് ലെഷർ? ഇപ്പം ലെഷർ എന്താണെന്ന് പറയണം, പിന്നെ എങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളതും പറയണം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് അവർ ഐസ്? നമ്മൾ നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കേണ്ടതുണ്ടോ? യെസ്, സൂക്ഷിക്കണം അല്ലേ? ദെൻ വൈ, എന്തുകൊണ്ടാണ് കണ്ണിനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം എന്ന് പറയുന്നത്? ഇതാണ് ഇതിനകത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇപ്പോൾ ആൻസർ മിസ് സെൻഡ് ചെയ്ത് തരാം. ഇനി നെക്സ്റ്റ് ആണ് ആക്ടിവിറ്റി. തിങ്ക് ഓഫ് സം മോർ ഇൻട്രസ്റ്റിംഗ് വേസ് ഓഫ് സ്പെൻഡിങ് ലെഷർ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലെഷർ ടൈം ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാകും. അത് പക്ഷേ അത്ര അങ്ങോട്ട് കറക്റ്റായിട്ടായിരിക്കില്ല നിങ്ങൾ ആ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതായത് ലെഷർ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ചുമ്മാ വെറുതെ സോഫയിൽ മാറിക്കിടക്കുകയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കുറിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം അല്ലേ? പിന്നെ അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ലാതെ TV വെറുതെ ഓൺ ചെയ്ത് വെച്ച് അതിൽ നോക്കി കിടക്കുകയായിരിക്കാം. നമുക്ക് യാതൊരു ഇൻട്രസ്റ്റിംഗും ഇല്ലാത്ത പ്രോഗ്രാംസൊക്കെ വാച്ച് ചെയ്ത് കിടക്കുകയായിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലേസി ആയിട്ടാണ് നമ്മുടെ ലെഷർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാം. ഈ പാഠത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് തിങ്ക് ചെയ്യുക, നമ്മുടെ ലെഷർ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യാം. കുട്ടികൾക്ക് ഒരുപാട് ലെഷർ ടൈം കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളത് വേസ്റ്റ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, അല്ലെങ്കിൽ വെറുതെ പോയിരുന്ന്, അല്ലെങ്കിൽ അമ്മയെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് എൻ്റെ ലെഷർ ടൈം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജിൽ നോക്കിക്കേ, ഒരു പസിൽ കൊടുത്തിട്ടുണ്ട്. A puzzle hidden in the grid below are 8 ways of spending free time. അപ്പോൾ ഈ ബോക്സിനകത്ത് നിങ്ങളുടെ ലെഷർ ടൈം എങ്ങനെ പ്രൊഡക്റ്റീവ്ലി ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 8 ways of spending free time, 8 വഴികൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെ നിങ്ങളുടെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ 8 മാർഗങ്ങൾ, 8 രീതിയിൽ എങ്ങനെ നമ്മളുടെ ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാമെന്നുള്ളത് ഇതിനകത്ത് ഹിഡൻ ആണ്, ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദം ആൻഡ് അറേഞ്ച് ദം ഇൻ 2 columns, റോങ് ആൻഡ് ടിക്ക് കോളം. അപ്പോൾ അതിനകത്ത് തെറ്റായിട്ടുമുണ്ട്, ശരിയായ രീതിയിലുള്ളതുണ്ട്. ഇതിനെ നമ്മൾ വേർതിരിച്ച് എഴുതണം. ആദ്യം ഈ ബോക്സിനകത്ത് നിന്ന് നമ്മൾ ആ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ 2 കോളം ഡ്രോ ചെയ്യുക. 2 columns needed. അപ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ ഇതുപോലെ കോളം വരും. 2 columns needed. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റു മാർക്ക് ഇടുക, ഇവിടെ ടിക്ക് മാർക്ക് ഇടുക. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ ആൻസേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് കേട്ടോ, എവിടെയാണെന്ന് മിസ് പറയില്ല, നിങ്ങൾ കണ്ടുപിടിക്കണം. മിസ് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ സെക്കൻഡ് റോയിൽ നോക്കുക, സെക്കൻഡ് കോളം, റോ നോട്ട്, സെക്കൻഡ് കോളത്തിൽ ഒരു വേർഡ് ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട്. എന്താണത്? സിറ്റിംഗ്
ഐഡിൽ. സിറ്റിംഗ് ഐഡിൽ എന്നാണ് ആ ഒരു വേ. ഫസ്റ്റ് വേ അതാണ്, നന്നായിട്ട് ഇരിക്കുക. അപ്പോൾ അത് ഈ റോങ്ങിൽ വരണോ ടിക്കിൽ വരണോ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ? സിറ്റിംഗ് ഐഡിൽ അതേതാണ്? യെസ്, കറക്റ്റാണ്. അപ്പോൾ അതെവിടെ എഴുതണം? ഈ കോളത്തിൽ എഴുതുക. ഇനി അടുത്ത വേർഡ് മിസ് കണ്ടുപിടിച്ചത് സെക്കൻഡ് കോളത്തിലാണ്. സോറി, ഇപ്പം മിസ് പറഞ്ഞത് സെക്കൻഡ് കോളമാണ്. ഇൻ തേർഡ് കോളം one word is hidden. What's that? Watching TV. Watching TV. അത് ഏത് കോളത്തിൽ എഴുതാൻ പറ്റും? ഈ റോങ് കോളത്തിലാണോ അതോ ടിക്ക് കോളത്തിലാണോ? വാച്ചിങ് ടി വി. നമ്മുടെ ലെഷർ ടൈം ഫുൾ ടൈം ഇങ്ങനെ ടി വി വാച്ച് ചെയ്തുകൊണ്ട് സ്പെൻഡ് ചെയ്യുക എന്നാണോ? നോ, ദാറ്റ് ആൻസർ ഈസ് റോങ് അല്ലേ? വാച്ചിങ് ടി വി കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗമല്ല. അപ്പം അതെവിടെ എഴുതണം? ഈ ഇൻറ്റു കോളത്തിൽ എഴുതും. ഇനി 1 2 3 4 ഫിഫ്ത്ത് കോളത്തിൽ അനദർ വേർഡ് ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട്. ദാറ്റ് ഈസ് റീഡിങ്. റീഡിങ് ചെയ്യേണ്ടതാണ്. അതെവിടെ എഴുതണം? ഈ ടിക്കിൻ്റെ കോളത്തിൽ എഴുതുക. പിന്നെ വേറൊരെണ്ണമുണ്ട്. ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് കോളത്തിൽ നിന്ന് നേരെ കിടപ്പുണ്ട് ഒരു വേർഡ്. എന്താണത്? ക്വാറലിംഗ്. അതായത് വഴക്കിടുക. നിങ്ങളുടെ ലെഷർ ടൈമിൽ നിങ്ങൾ വഴക്കിടാനാണ് ക്വാറലിംഗ്. അതെവിടെയാണ് എഴുതേണ്ടത്? ടിക്ക് കോളത്തിലാണോ റോങ് കോളത്തിലാണോ? ഫസ്റ്റ് കോളം അല്ലെ? ചെയ്യാൻ പാടില്ലാത്തതാണ് ക്വാറലിംഗ്. നല്ല കാര്യമല്ല. വഴക്കിടുക എന്നുള്ളത് അല്ല, വഴക്കിട്ടുകൊണ്ടല്ല നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതെവിടെ എഴുതണം? ഈ ഇൻറ്റു കോളത്തിൽ എഴുതുക. പിന്നെ ഞാൻ കണ്ടുപിടിച്ചത് ഇങ്ങേ അറ്റത്ത് ഈ എൻഡ് സൈഡിലായിട്ട് വൺ വേർഡ് ഹിഡൻ. ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് മോം. അമ്മയെ സഹായിക്കുക. അത് കറക്റ്റ് ആയിട്ടുള്ള വേ ആണ്. അപ്പോൾ അതെവിടെ എഴുതണം? ഈ കോളത്തിൽ എഴുതുക. വൺ മോർ. ഓക്കെ, എന്താണ്? കളക്റ്റിംഗ് തിങ്സ്. കളക്റ്റിംഗ് തിങ്സ്, സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുക. അതൊരു കറക്റ്റ് വേ ആണ് അല്ലേ? നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഏത് ടൈപ്പും ആയിക്കോട്ടെ, നിങ്ങളുടെ ഹോബീസിന് അനുസരിച്ചുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തൊരു ബാഗിനകത്ത് സൂക്ഷിക്കുക. അപ്പോൾ എന്തുവാകും? കളക്റ്റിംഗ് തിങ്സ്. ദാറ്റ്സ് ദ റൈറ്റ് വേ. അപ്പോൾ അതെവിടെ എഴുതണം? ഈ ടിക്ക് കോളത്തിൽ എഴുതണം. ഇനി ഇവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെയായിട്ട് തല തിരിച്ച് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 വേർഡ് മിസ്സിന് കിട്ടിയിട്ടില്ല. മിസ് നോക്കിയിട്ട് ആ 2 വേർഡ് മിസ്സിൻ്റെ മുമ്പിലോട്ട് വരുന്നില്ല. അത് ഇതിനകത്ത് ഈ ലെറ്റേഴ്സിൽ ഇങ്ങനെ ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ആ ആൻസർ അവിടെയുണ്ട്. കാരണം എന്താണ്? മിസ് വായിക്കാം. പ്ലേയിങ് ആൻഡ് പ്ലേയിങ് എഗെയിൻ. ഈ 2 വേർഡ്സും ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്. നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഗൂഗിൾ മീറ്റിൽ അത് പറയാം എവിടെയാണ് കിടക്കുന്നത്. ഏതൊക്കെ വേർഡാണ്? പ്ലേയിങ് ആൻഡ് പ്ലേയിങ് എ ഗെയിം. 2 വേർഡ്സ് കണ്ടുപിടിക്കാൻ മിസ്സിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടുപിടിച്ചത് മിസ്സിനോട് പറയണം. എപ്പോൾ? ഗൂഗിൾ മീറ്റിൽ കേട്ടോ, ഓൺ സാറ്റർഡേ. അപ്പോൾ നമ്മുടെ 3rd ലെസൺ ഫിനിഷ്. ഇനി നമുക്ക് 4th ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട്സ് ദ നെയിം ഓഫ് 4th ചാപ്റ്റർ? You can do it. What's the name? You can do it. Okay, 4th lesson. You can do it. എന്താണ് അതിന്റെ മീനിങ്? നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? ഐ കാൺ, എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത്. ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. എന്താണെന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ എന്താണ്? എന്തും. മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആരാ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? നമ്മുടെ വേൾഡിലുള്ള ഏറ്റവും ബുദ്ധിമാനായ ജീവിയാണ് മനുഷ്യൻ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ദൈവം 2 കരങ്ങളും 2 കാലുകളും നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ, സൂപ്പർ കമ്പ്യൂട്ടറാണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ ഇത് ഇത്രയുള്ള മനുഷ്യന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് us start this chapter. ഓക്കെ, ടേക്ക് യുവർ ബുക്സ്, പേജ് നമ്പർ 14. എല്ലാവരും എടുത്ത ഈ പേജ്
നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട് കേട്ടോ. ലോങ് ബാക്ക് റോബർട്ട് ബ്രൂസ്, ഒരാളുടെ പേരാണ് റോബർട്ട് ബ്രൂസ്, കിങ് ഓഫ് സ്കോട്ട്ലൻഡ്. ആരായിരുന്നു അദ്ദേഹം? കിങ് ഓഫ് സ്കോട്ട്ലൻഡ്. റോബർട്ട് ബ്രൂസ്, കിങ് ഓഫ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡ് എന്ന രാജ്യത്തെ രാജാവായിരുന്നു ആര്? റോബർട്ട് ബ്രൂസ്. He failed to defeat his enemies. അദ്ദേഹം രാജാവല്ലേ, രാജാവാകുമ്പോൾ യുദ്ധം ചെയ്യണം അല്ലേ? വേറെ രാജാവും സൈന്യവും ഒക്കെ ആക്രമിക്കാൻ വരുമ്പോൾ അവരോട് യുദ്ധം ചെയ്ത് ജയിക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും? ആക്രമിക്കാൻ വന്ന രാജാവിൻ്റെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. ബട്ട് ദിസ് കിങ് റോബർട്ട് ബ്രൂസ് failed to defeat his enemies. അദ്ദേഹത്തിൻ്റെ എനിമീസിനെ ഡിഫീറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. He was very sad and gloomy. നാണക്കേടല്ലേ ഒരു രാജാവിന് യുദ്ധം ചെയ്ത് എനിമീസിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. സോ he became very sad and gloomy. ഭയങ്കര സങ്കടവും അദ്ദേഹം വിഷാദ രോഗിയുമായിട്ട് മാറി. ഭയങ്കര ഒട്ടും സന്തോഷമില്ല, എപ്പോഴും ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് കാണപ്പെട്ടു. In a cave, he saw a spider climbing up to the ceiling. അപ്പോൾ അങ്ങനെ ഗ്ലൂമി ആയിട്ട് നടക്കുന്നതുകൊണ്ട് കിങ്ങിന് കൊട്ടാരത്തിലൊന്നും ഇരിക്കാൻ തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം ഏകാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തേടി. ആരും ശല്യപ്പെടുത്താത്ത ഒരു ഏകാന്തം, ലോൺലിനെസ് ഉള്ള സ്ഥലം ഏതാണ്? ഫോറസ്റ്റാണ്, കാട്. അപ്പോൾ ഒരു കാട്ടിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കേവിനകത്ത് ഇരിക്കുന്ന സമയത്ത്, ആ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. റോബർട്ട് ബ്രൂസ് കേവിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഒരു കാര്യം കണ്ടു. ഇവിടെ ഒരു സ്പൈഡറിനെ കണ്ടോ? ഒരു വെബും ഒരു സ്പൈഡറും ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ് അദ്ദേഹം കണ്ടത്? He saw a spider climbing up to the ceiling. കേവിൻ്റെ മുകളിലേക്ക്. സ്പൈഡർ എപ്പോഴും എങ്ങനെ കിടക്കുന്നത്? നമ്മൾ താഴെ ഇട്ടാലും അതിൻ്റെ ഇങ്ങനെ ഒരു സ്ട്രിങ് വരും, ഒരു ചരട് വരും, അതിൽ തൂങ്ങി ആടിയാണ് കിടക്കുക. അപ്പം ഇദ്ദേഹം കണ്ട കാഴ്ച ഇതാണ്. സീലിങ്ങിലേക്ക് ഒരു സ്പൈഡർ ക്ലൈംബ് ചെയ്യുന്നു. അപ്പോൾ സീലിങ്ങിൽ അതിൻ്റെ ആ ചരട്, സ്പൈഡറിൻ്റെ ഒരു ചരട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു വല, അവർ കെട്ടുന്ന ആ വെബ് ഉണ്ടല്ലോ, വെബിൽ കാണുന്ന അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നാരുകളാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയോ സീലിങ്ങിൽ നിന്ന് വീണതാണ് ആ സ്പൈഡർ. അതിൻ്റെ ചരടിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് അതിൽ പിടിച്ച് ഇത് ക്ലൈംബ് അപ്പ് ചെയ്യുന്നുണ്ട്, സീലിങ്ങിലോട്ട് എത്താൻ ക്ലൈംബ് ചെയ്യുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചത് വീണ്ടും താഴേക്ക് വീഴും. Each time it's reached the ceiling, it fell back. ആ സീലിങ്ങിൽ എത്താറാകുമ്പോഴേക്കും അത് വീണ്ടും താഴേക്ക് തന്നെ വീണു പോകും. The spider made 9 such attempts but with no success. അത് 9 പ്രാവശ്യം. അപ്പോൾ കിങ് ഇവിടെ കിടന്നതിന് എണ്ണുകയാണ്. അത് ഓരോ പ്രാവശ്യവും മുകളിലെത്തും, താഴേക്ക് പോകും, വീണ്ടും അത് മുകളിലേക്ക് കയറും, താഴേക്ക് വരും. അങ്ങനെ ആ സ്പൈഡർ 9 പ്രാവശ്യം അങ്ങനെ പരിശ്രമിച്ചു. അതിൻ്റെ അറ്റംപ്റ്റാണ് 9 ടൈംസ് അത് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ 9 പ്രാവശ്യവും അത് വിജയിച്ചില്ല. It tried once again. എന്നിട്ടും അത് പിന്മാറിയില്ല. അത് ഒരു പ്രാവശ്യവും കൂടി ട്രൈ ചെയ്തു. And this time it ultimately succeeded in reaching the ceiling. 10ാമത്തെ പ്രാവശ്യം അത് സക്സസ് ആയി. അതെങ്ങനെയും പിടിച്ച് സീലിങ്ങിൽ കയറി. റോബർട്ട് ബ്രൂസ് ലേൺഡ് എ ലെസൺ ഫ്രം ദ സ്പൈഡർ. ആ സ്പൈഡറിൽ നിന്ന് റോബർട്ട് ബ്രൂസ് ഒരു പാഠം പഠിച്ചു. എന്താണത്? He was impressed by the perseverance of the spider. ആ സ്പൈഡറിൻ്റെ തുടർച്ചയായ പരിശ്രമം. 9 പ്രാവശ്യം ഫെയിലായിട്ടും അത് പിന്മാറാതെ വീണ്ടും അത് ക്ലൈംബ് ചെയ്ത് അത് വിജയത്തിലേക്ക് എത്തി. അതാണ് അദ്ദേഹം പഠിച്ച പാഠം. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന പാഠം? എന്താണ്? ഒരു പ്രാവശ്യം തോൽക്കാം, 2 പ്രാവശ്യം തോൽക്കാം, നമുക്ക് 50 പ്രാവശ്യം തോറ്റാലും ഒരു പ്രാവശ്യവും കൂടെ വീണ്ടും നമ്മൾ ട്രൈ ചെയ്യണം. The spider had persistently made attempts till reached its goal. അവിടെ സ്പൈഡർ എന്താണ് ചെയ്തത്? Persistently made attempts. Persistently means continuous ആയിട്ട് അത് അതിൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അത് റെസ്റ്റ് എടുത്തോ? ഇല്ല. 5 പ്രാവശ്യം ചെയ്തു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാവുന്നല്ല. 5 പ്രാവശ്യം കണ്ടിന്യൂസ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം സ്പൈഡർ അത് ഗോൾ നേടി. He reached the goal. Robert Bruce too tried once again and he won that battle.
അപ്പോൾ ഒരു പ്രാവശ്യം യുദ്ധത്തിൽ തോറ്റ കിങ് ആണ് ഇവിടെ വന്ന് നിരാശനായിട്ട് കിടക്കുന്നത് അല്ലേ. അപ്പോൾ സ്പൈഡറിന്റെ പാഠം അദ്ദേഹത്തിന്റെ കണ്ണ് തുറപ്പിച്ചു. ഞാൻ ഒരു പ്രാവശ്യമാണ് യുദ്ധം ചെയ്ത് തോറ്റത്, എന്തുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ ആയിക്കൂടാ. അദ്ദേഹം തിരിച്ച് പൂർവാധിക ശക്തിയോടുകൂടി ചെന്ന് എനിമീസിനോട് യുദ്ധം ചെയ്ത് അദ്ദേഹം ആ യുദ്ധത്തിൽ വിജയിച്ചു. Many people give up at a stage when just one more attempt will see them through success. അപ്പോൾ മിക്കവരും അങ്ങനെയാണ്, ഒരു പ്രാവശ്യം ചെയ്ത് ശരിയായില്ലെങ്കിൽ തോറ്റ് പിന്മാറും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ ആ എഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. The lesson we learn from the spider is we must never give up. ഈ സ്പൈഡറിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? വി മസ്റ്റ് നെവർ ഗിവ് അപ്പ്. ഗിവ് അപ്പ് മീൻസ് ഉപേക്ഷിക്കുക. ഒരു കാര്യവും ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പാടില്ല. വീണ്ടും 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 ചെയ്തുകൊണ്ടേയിരിക്കുക. വി മസ്റ്റ് കീപ് ട്രൈയിങ് ടിൽ വി അച്ചീവ് അവർ ഗോൾ. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോൾ ഏതാണോ ആ ഗോളിൽ എത്തുന്നത് വരെ നമ്മൾ വീണ്ടും 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 പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വൺ മസ്റ്റ് നോട്ട് ഗെറ്റ് ഡിസ്കറേജ്ഡ് ബൈ ഫെയിലിയർ. ഒരാൾ ഒരിക്കലും ഫെയിലിയർ മൂലം ഡിസ്കറേജ് ആവാൻ പാടില്ല. ഡിസ്കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് പാടില്ല കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം തോറ്റു, പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ മാത്സിന് ഒരു പ്രാവശ്യം തോറ്റു, ഓക്കെ, അതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ എഴുതുക, വീണ്ടും വീണ്ടും എഴുതുക. അപ്പോൾ നമ്മളെ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ വരും. നിങ്ങൾ 10th കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞിട്ട് മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനൊക്കെ നിങ്ങൾ മിക്കവാറും പാരൻസ് എല്ലാവരും കൊണ്ട് എഴുതിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടിയെന്ന് വരില്ല, നമുക്കെന്നല്ല ആർക്കും തന്നെ കിട്ടിയെന്ന് വരില്ല. വളരെ കുറച്ച് പേർക്ക് ഫസ്റ്റ് ടൈമിൽ പാസ്സാകാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് തോറ്റ് പിന്മാറാവോ? ഇല്ല. എല്ലാ വർഷവും അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം വിജയം നിങ്ങളെ തേടിയെത്തും. ഓക്കെ ചിൽഡ്രൻ, ഇന്ന് അതിൻ്റെ കുറച്ച് കൂടെയുണ്ട്, നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് റീഡ് ചെയ്യുക, ഉറക്കെ വായിച്ചോളണം കേട്ടോ. ഒരു 5 times റീഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.